അനങ്ങാത്തെ? അയ്യോ, എന്തിനാ നമുക്ക് അറിയുന്നേ? ഒന്നുമില്ല. പെട്ടെന്ന് നീ എവിടെയോ ദൂരെ. ബാക്കി ഞാൻ പറയാം. ഏതോ കുറച്ച് ആളുകൾ വന്നു, അമ്മയുടെ അടുത്തുനിന്ന് എന്നെ അവര് പിടിച്ചോണ്ട് പോകുന്നു. അമ്മ നിലവിളിക്കുന്നു, ഞാനും നിലവിളിക്കുന്നു. ഇതല്ലേ തങ്കം കണ്ടത്? ഇത് എത്ര കാലായി അമ്മയെ കാണാൻ തുടങ്ങിയിട്ട്? അമ്മയ്ക്ക് ബോറൊന്നും അടിക്കുന്നില്ലേ? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതാരാ എന്നെ പിടിച്ചോണ്ട് പോവാൻ വരുന്നേ? അതെ, അമ്മ ഇനി സ്വപ്നം കാണുമ്പോ ഒരു കാര്യം ചെയ്യണം. ഈ വരുന്നവരുടെ മുഖമൊക്കെ ഒന്ന് പ്രത്യേകം ഓർത്തു വെക്കണം. എന്നിട്ട് എന്നോട് പറഞ്ഞാ മതി. നമുക്ക് നേരെ അവരുടെ മുന്നിലേക്ക് ചെല്ലാലോ. എന്നിട്ട് ചോദിക്കാം, താൻ എന്തിനാടോ എന്നെ പിടിച്ചോണ്ട് പോവാൻ വരുന്നേ? തനിക്കേ എന്നെക്കൊണ്ട് എന്താ ആവശ്യന്ന് ഞാൻ ചോദിക്കാന്നേ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ? മനുഷ്യൻ പേടിച്ചിരിക്കുമ്പോഴാ അവളുടെ ഒരു തമാശ. ഇങ്ങനെ ശൂന്യതയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് പേടിക്കുന്നതിനെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ, വേണമെങ്കിൽ ഒരു പൂജാരിയെ പോയി കാണാം. അയാൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ചെയ്യാം. പക്ഷെ ഇതെല്ലാം ചെയ്ത് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ശ്രീമതി തങ്ക ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. പിന്നെ എന്താ ഞാനിപ്പോ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, നീ കിടന്നങ്ങ് ഉറങ്ങിയാ മതി. എന്നിട്ട് അമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് കരയാനല്ലേ? ഇല്ല, ഞാനും കിടന്നോളാം. എന്നും കൂടി കിടന്നേ. കിടക്ക് കിടക്ക്. ഇങ്ങനെ പിടിച്ചോണ്ട് കിടന്നാല് പിന്നെ ആരും വന്നെന്നെ കൊണ്ടുപോവില്ല. എന്റെ കൊച്ചു കരയണ്ടാട്ടോ. കരയാതെ കിടന്നുറങ്ങിക്കോണം. ഇടയ്ക്ക് എഴുന്നേറ്റിരിക്കുന്നത് ഞാൻ കണ്ടാലുണ്ടല്ലോ. പഴയ കാരണവന്മാരുടെ കുടുംബങ്ങളിൽ മുഴുവനും അന്വേഷിച്ചു. അന്നത്തെ കാലത്ത് കളരിക്കൽ ആശ്രിതരായിരുന്ന കുടുംബങ്ങളോടും ചോദിച്ചു. പക്ഷെ ശാപം തന്ന ബ്രാഹ്മണ കുടുംബം എങ്ങോട്ട് നീങ്ങിയെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇപ്പോഴും പ്രതിവിധിക്ക് തടസ്സം തന്നെയല്ലേ? അമ്മേ, പണ്ടത്തെ കാലത്തൊരു കുടുംബം നാട്ടിൽ നിന്ന് പലായനം ചെയ്യാന്നൊക്കെ പറയുന്നത് ചെറിയ ദൂരത്തേക്കല്ല, ഒരുപക്ഷെ മറ്റൊരു നാട്ടുരാജ്യത്തേക്ക് തന്നെയാവാം. അങ്ങനൊരു നാട്ടുരാജ്യത്ത് അന്ന് എത്തിച്ചേർന്നോ, അതോ അവിടെ അവരെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഉണ്ടായോ, അവിടെ തന്നെ തുടർന്നോ, അതോ അവിടുന്ന് പോയോ? ആകെപ്പാടൊരു ദുരൂഹതയാണ്. പിന്നെ പ്രതീക്ഷ ഗുരുജി പറഞ്ഞ കാര്യത്തില തേടി നടക്കുന്നത് നമ്മുടെ മുമ്പിലെത്തുന്നല്ലേ.